എന്തായാലും ഇന്നത്തെ ISL മാച്ചിൽ നിന്ന് വളരെ ഗുരുതരമായ ഒരു കാഴ്ചയാണ് പുറത്തേക്ക് വരുന്നത്. ആ ഒരു കാഴ്ചയെല്ലാം ഇന്ന് ISL മാച്ച് കണ്ടവരെല്ലാം കണ്ടു കാണും. അതായത് എൽസീനിയും അതുപോലെ തന്നെ മറ്റൊരു ചെന്നൈയിൻ FC ഡിഫൻഡറും തമ്മിൽ കൂട്ടിയിടിച്ചു. തലയാണ് കൂട്ടിയിടിച്ചത്. എന്തായാലും അങ്ങനെ എൽസീനിയൊക്കെ ഒരു ഇഞ്ചുറി പറ്റുകയാണ്, കൺകഷൻ ഉണ്ടായെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതേ തുടർന്ന് അദ്ദേഹത്തിനെ ആംബുലൻസിൽ കൊണ്ടുപോകാൻ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. എന്തായാലും മാർക്കസ് മെർഗലോ അതുപോലെ മറ്റുള്ള ആളുകളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്തായാലും ഹോസ്പിറ്റലൈസ്ഡാണ്, അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ സ്റ്റേബിളാണ്, എന്തായാലും സ്കാനിങ് വരാനുണ്ട് എന്നാണ് അറിയാൻ സാധിക്കും. സോ സ്കാൻ ചെയ്താൽ നമുക്ക് കറക്റ്റ് കാര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഒരു നിർഭാഗ്യകരമായ ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. കാരണം റയാൻ എഡ്വേർഡ്സിന് ഇഞ്ചുറി സംഭവിച്ചതിന് ശേഷമാണ് എൽസീനിയോയെ കളത്തിലേക്ക് ഇറക്കുന്നത്. സോ അദ്ദേഹത്തിനോടൊരു ഇഞ്ചുറി ഉണ്ടാകുന്നു. സോ എന്തായാലും വല്ലാത്തൊരു തിരിച്ചടിയാണ് ചെന്നൈയിൻ FCക്ക്. അതുപോലെ ഇന്നത്തെ മാച്ച് ചെന്നൈയിൻ FC വിജയിച്ചു. എന്തൊക്കെ പറഞ്ഞാലും 1-0 വിജയിച്ചത്. ഇർഫാൻ യദ്വാദിൻ്റെ ഒരു 5-ാം മിനിറ്റിലെ ഗോളിൽ അവർ വിജയിക്കുകയായിരുന്നു. സോ എന്തായാലും ചെന്നൈയിൻ FCയുടെ പെർഫോമൻസിൽ പ്രോഗ്രസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഹൈദരാബാദ് FC എന്ന് പറയുന്ന ടീമിനെ ഇതിലും നല്ല മാർജിൻ തോൽപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്താ പറയുക, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വരെ 2-1 ഹൈദരാബാദുമായിട്ട് തോറ്റുപോയി. ഇപ്പം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചെന്നൈയിൻ FC ഒരു 1-0 തോൽപ്പിച്ചെങ്കിലും ചെയ്തില്ലേ. സോ എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ആ ഒരു 3 പോയിൻ്റാണ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ എന്താ, അത്രേ ഉള്ളൂ. സോ എൽസീനിയുടെ പരിക്ക് ഗുരുതരമാണോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതിൻ്റെ ഗുഡ് ബൈ.